ഹലോ, ഇന്ന് ഞാൻ നെയിം റിവീലിംഗ് വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നെയിം റിവീലിംഗ് പിക്കാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഗ്രീറ്റിംഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ആപ്പുള്ളവർ എടുക്കുക, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് പല ഇൻവിറ്റേഷൻ, അനൗൺസ്മെൻറ്റ്, പോസ്റ്റർ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. പല ഇതുണ്ട് കേട്ടോ. ബേബി ഷവർ, ബർത്ത് അനൗൺസ്മെൻറ്റ് അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ നമുക്ക് ന്യൂ ബോണിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ ബർത്ത് അനൗൺസ്മെൻറ്റ് അങ്ങനെ, അല്ലെങ്കിൽ ബേബി ഷവർ അങ്ങനെയുള്ള ഓപ്ഷനിൽ പോകുമായിരിക്കും ബെറ്റർ. അപ്പോഴല്ലേ കുട്ടികളെ ഒരു തീമിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ബർത്ത് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ കുറേ കാർഡുകൾ കാണാം ചെയ്യാനായിട്ട്. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല ഇതും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലുള്ള ഈ ഒരു സ്കൈ ബ്ലൂ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ പിക്ക് വെക്കാനാണ് കുട്ടിയുടെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗാലറിയിലോട്ട് പോകും. അതിന് നമുക്ക് കുട്ടിയുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ താഴെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ എഡിറ്റ് ടെക്സ്റ്റിൽ പോവുക. അപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താണ് എഴുതേണ്ടത്, നമുക്ക് പേരാണ് എഴുതേണ്ടത്, ആ പേര് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മോൻ്റെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ബാക്കിലോട്ട് വരും. അപ്പോൾ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് സെൻട്രലായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. വലുതാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡും എഡിറ്റ് ചെയ്യുമ്പോൾ ഈ പിക്കിൻ്റെ രണ്ട് സൈഡും ചിലപ്പോൾ നമുക്ക് പോകും. കാരണം നമുക്കത് പോർട്രേറ്റ് മോഡിൽ ഈ ഒരു പിക്കാക്കി വെക്കണം. അപ്പോൾ ഇത് താഴെയുള്ള കോളത്തിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഞാനിത് മാഷാ അല്ലാ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേരെഴുതിയ പോലെ തന്നെ കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നെയിമിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. മാഷാ അല്ലാ എന്നുള്ളതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയുണ്ട് എഡിറ്റ് ടെക്സ്റ്റ്, ഫോണ്ട്, സൈസ്, കളറ്, ഡിലീറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഫോണ്ട് എന്നുള്ളതിൽ പോവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ സൈസ് കഴിഞ്ഞിട്ട് കളറ് കാണിക്കുന്നുണ്ട്. കളറ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതൊക്കെ ആ ഒരു എന്താ പറയുക, കാർഡിൻ്റെ തീമിനനുസരിച്ച് നിങ്ങൾക്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മുകളിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ഇമേജ് എന്നുണ്ടാവും. അതിൽ ആക്കി കൊടുക്കുക. പിന്നെ താഴെ സേവ് ഫോർ ഫ്രീ എന്നുണ്ട്. മറ്റേത് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ സേവ് ഫോർ ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഫോണിൽ സേവ് ആകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ആയി ചെയ്യുമ്പോൾ 2-3 കാർഡ് സ്ലൈഡ് ആക്കിയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കാർഡാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് 4-5 കാർഡുകൾ ചെയ്തിട്ട് വീഡിയോ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് കുട്ടിയുടെ ഫോട്ടോ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ ആഡ് ഫോട്ടോ എന്നുണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുട്ടിയുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ കാണുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഞാനിവിടെ നെയിം റിവീലിംഗ് എന്നാണ് എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നെയിം റിവീലിംഗ് എന്ന് ഇത് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഫോണ്ട് വെച്ചാൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ എഴുതിയതിൻ്റെ താഴെയായിരുന്നു മറ്റേ കോളങ്ങളൊക്കെ കേട്ടോ, ആ ടെക്സ്റ്റൊക്കെ. അപ്പോൾ ഞാനത് താഴേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. മുകളിൽ നെയിം റിവീലിൽ മാത്രം മതി എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളറും ഫോണ്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ വീണ്ടും എങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ നേരത്തെ കാണിച്ചതാണല്ലോ, വെറുതെ വീണ്ടും ഇങ്ങനെ പറയണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ താഴത്തെ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഞാൻ ഇൻ ദി നെയിം ഓഫ് അല്ലാ എന്ന് എഴുതുന്നുണ്ട്. അത് അപ്ഡേറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ ടെക്സ്റ്റും കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ സേവ് ഇമേജ് കൊടുത്തു, സേവ് ഫോർ ഫ്രീ എന്ന് കൊടുത്തു. അങ്ങനെ 2 കാർഡായിട്ടുണ്ട്. ഇനി ഒരു കാർഡും കൂടെ നമുക്ക് ഉണ്ടാക്കണം.
ഓക്കെ, ബാക്ക് അടിക്കുക. ഇനി അടുത്ത തീം ഏതാണെന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ 4-5 ഫോട്ടോ കൊടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്, സ്ലൈഡ് എടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി മുകളിൽ നമുക്ക് ഞാൻ കുട്ടിയുടെ പേരാണ്, പേരല്ല, വെൽക്കം ഹൈസു, കുട്ടിയുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വെൽക്കം അവർ ലിറ്റിൽ വൺ, അല്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഐഡിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ, കൊടുക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി താഴെ ഒന്നും കൂടെ ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് അവിടെ ഞാൻ കുട്ടിയുടെ നിക്ക് നെയിമാണ് കൊടുക്കുന്നത്, ഹെയ്സു എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുകളിൽ ടെക്സ്റ്റ് കൊടുത്തതിൻ്റെ കളറും ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി കോളത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹെയ്സു എന്ന് കൊടുക്കുകയാണ് ഞാൻ. ഹെയ്സു എന്നല്ല, ഞാൻ ഫുൾ നെയിം കൊടുക്കുന്നുണ്ട്. ആദ്യം അങ്ങനെ നിക്ക് നെയിം കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഫുള്ള് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഈ 3, 4, 5 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 5 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ആ കോളത്തിൽ ക്ലിക്ക് ചെയ്തിൽ നമ്മൾ നേരെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആണ്, അത് ഞാൻ പിന്നെ ഒഴിവാക്കിട്ടോ. അത് ഒഴിവാക്കിയിട്ട് പിന്നെ കുട്ടിയുടെ ഫോട്ടോ തന്നെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ സേവ് ഇമേജ് ആക്കി ഓക്കെ കൊടുത്തു. ഓക്കെ, അങ്ങനെ 3 കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് VN ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ടിലും ചെയ്യാം കേട്ടോ. കുറേ പേര് ഇൻഷോട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷോട്ടിലും ചെയ്യാം. അതിൽ ന്യൂ പ്രൊജക്റ്റിൽ പോയി നമ്മൾ കൊടുത്തിട്ടുള്ള 3 സ്ലൈഡും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പേജ് ഏതാ കൊടുക്കേണ്ടതെന്നുള്ളത് നേരത്തെ എഡിറ്റ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ. അതാണ് ഫസ്റ്റ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഒറിജിനൽ എന്ന് പറഞ്ഞുള്ള താഴേക്ക് ഒരു ആരോ കാണിക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടിക്ടോക്കിൻ്റെ മോഡ്, പിന്നെ അതുപോലെ ഇൻസ്റ്റേൻ്റെ മോഡ്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ പല മോഡുകളുണ്ട്. അതിൽ ഞാൻ പോർട്രേറ്റ്, അതായത് ടിക്ടോക്കിൻ്റെ ആ ഒരു ഇതിലാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിലാണ് വീഡിയോ, ആ സൈസിലാണ് വീഡിയോ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മാക്സിമം എല്ലാം സെൻറ്ററിലാക്കി ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ 2 സൈഡിലും ആകുമ്പോൾ നമ്മളെ പേര് എഴുതിയതൊക്കെ കട്ടായി പോവും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവിടെ ഓരോ കാർഡിൻ്റെ ഫസ്റ്റായിട്ടും എൻഡിലായിട്ടും ഓരോ പ്ലസ് ഐക്കണേ. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലോട്ട് പോകും. അപ്പോൾ അതിൽ ഈ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് പല എഫക്റ്റ് ഉള്ളത്. ഈ എഫക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ആ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാർഡുകൾ തമ്മിൽ, അതായത് ആ സ്ലൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ എഫക്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കൊടുക്കുന്നില്ല, ഫസ്റ്റ് പ്ലസ്സിൽ കൊടുക്കുന്നില്ല. ലാസ്റ്റും പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വരുന്ന പ്ലസ്സിലൊക്കെ ഞാൻ ഈ ബേസിൽ പോയിട്ട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ഓപ്ഷൻ എടുക്കാം. ആ 3ാമത്തെ ഓപ്ഷനിൽ കയറിയിട്ട് നമുക്ക് സ്റ്റിക്കർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ സെർച്ച് ബാർ ഉണ്ടാകും. അതിൽ ഞാനിത് ജസ്റ്റ് ന്യൂ ബോൺ ക്ലിപ്പ് ആർട്ട് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് അടിച്ചു കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ അത് അവിടെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബേബിൻ്റെ ഒരു വീഡിയോ അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു തീമിൽ ഇതുപോലൊരു സ്റ്റിക്കേഴ്സ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2-3 സ്റ്റിക്കർ ഞാൻ ഡൗൺലോഡ് ചെയ്യല ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നീല ഇങ്ങനെ ഓരോ കോളങ്ങനെ കാണുന്നത് ഓരോ സ്റ്റിക്കറിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ലൈഡിൽ ഒരു സ്റ്റിക്കർ വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റേ സ്റ്റിക്കറിലോട്ടും ഈ സ്റ്റിക്കർ പോകുന്നുണ്ടാകും. അപ്പോൾ ആ നീല കള്ളി ഉണ്ടല്ലോ, ആ കള്ളി നമുക്ക് വരച്ചിട്ട് ആ സ്ലൈഡിൽ തന്നെ ഒതുക്കി കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സ്ലൈഡുകളുണ്ട്. 3ലും ഓരോ സ്റ്റിക്കറുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്കർ മറ്റേ സ്ലൈഡിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടെടുക്കാം. ഇനി ഓരോ സ്റ്റിക്കറിനും നമ്മൾ ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഓരോ സ്റ്റിക്കറിലും ക്ലിക്ക് ചെയ്യുക, മുകളിൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവുക. അപ്പോൾ നമുക്ക് ആനിമേഷനിൽ എത്തും. അപ്പോൾ ആനിമേഷനിൽ താഴെ ഉണ്ടാവും ഏതൊക്കെ ആനിമേഷനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ആനിമേഷൻ എവിടെ ഉണ്ടാകും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേഷൻ കൊടുത്തിട്ട് സ്റ്റിക്കർ ഒരു മൂവ്മെൻറ്റ് വരുത്തുക. അപ്പോൾ ഞാനൊരു സ്റ്റിക്കറിൽ എല്ലാ ഓപ്ഷനും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ.
ഇനി നമുക്ക് സോങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന മ്യൂസിക്കിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, മ്യൂസിക്കിൽ പോവുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് സോങ്ങാണോ ഈ വീഡിയോക്ക് വേണ്ടത് വെച്ചാൽ ആ സോങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലോട്ട് വരും കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്, എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ് അവിടേക്കും ഇവിടേക്കും മാറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കി കൊടുക്കുക. എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളും അങ്ങനെയെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലാസ്റ്റിലെല്ലാം എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് സേവ് ആക്കാൻ മുകളിൽ കാണുന്ന മുകളിലേക്കുള്ള ആരോ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസിന് എത്ര ക്യാഷ് നമുക്ക് മേടിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് നമുക്ക് 100 to 300 വരെ നമുക്ക് മേടിക്കാം. അപ്പോൾ 300 മാക്സിമം ആണ് കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസിന്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്ത് കൊടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുക. 300 ഒക്കെ മേടിക്കുമ്പോൾ അത്രയും നല്ല വീഡിയോ ആയിരിക്കണം, എല്ലാം നല്ല പക്കയായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ, ടാറ്റാ.